ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആണ്. റാൻഡംലി തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് വീക്കെൻഡ്സിലാണല്ലോ ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നു. പുറത്ത് പോകണം. കുറച്ച് പണിയുണ്ട്. റൂമിൻ്റെ പുറത്ത് ഫുൾ എൻ്റെ പാഴ്സൽസ് ആയിരിക്കും. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, എനിക്കിതിൻ്റെ ഒരു പണിയാണ്. അതുകൊണ്ട് എന്താ അവിടെ നല്ലതാണ്, പക്ഷെ എനിക്ക് സാധനങ്ങൾ കാണിക്കേണ്ട. ലൈറ്റ് ഉണ്ട് അത്യാവശ്യം. ഞാൻ ഈ അടുത്താണ് സത്യം മനസ്സിലാക്കിയത് ക്യാമറയും മൈക്കും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഒന്നും സൗണ്ട് പ്രോപ്പർ ആവുന്നില്ലെന്ന്. ഈ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യാറില്ലേ, ഞാൻ ബ്ലൂടൂത്തിലാണ് കണക്ട് ചെയ്യാറ്. സോ പറഞ്ഞു വന്നത്, എൻ്റെ റൂം ഫുള്ളൊരു കച്ചറയാണ് ഇപ്പോൾ. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി. ഞങ്ങളുടെ ഈ ഒരു വളരെ ചെറിയ മിനിമൽ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഇതിനകത്തൊന്നും കൊള്ളുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. പിന്നെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൂടുതൽ സാധനങ്ങൾ വെച്ച് എങ്ങോട്ടും നടക്കാൻ പറ്റില്ല. കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ വന്നാൽ പിന്നെ ഞാൻ ആകുമ്പോൾ പാനിക്കായി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് പോലും ഞാൻ മറന്നു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. ബട്ട് കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ സ്റ്റാൻലി വാങ്ങാമെന്ന് വിചാരിച്ച് മിൽട്ടൻ്റെ മേടിച്ച്. എന്തിനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, പക്ഷേ എനിക്ക് മേടിക്കണം എന്ന് തോന്നി, ഞാൻ മേടിച്ചു. നമ്മൾ എന്തൊരു സ്ഥലം പറയില്ലേ, തല അറിയാണ്ട് എന്തൊരു സാധനം, ഒരു ഡയലോഗുണ്ട്. ഇതിലേതാണ് ഞാൻ മേടിച്ചത്, ഏതാണ് എനിക്ക് ഫ്രീ കിട്ടിയതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോണിന് കവർ മേടിച്ചു. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഇത് ഞാൻ മേടിച്ചു തന്നെയാണ്. ഇത് മിററൊക്കെ ഉള്ളൊരു സാധനം. അങ്ങനെയാണിപ്പോൾ. മോം ഐ എം റിച്ച് മാൻ. ഇത് ഞാൻ എന്തിനു മേടിച്ചു എന്ന് എനിക്കറിയില്ല. ഇത് റിട്ടേൺ ചെയ്യാനുള്ളതാണ്. ഒരു സിലിക്കോൺ കുപ്പി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഹാഫ് ഗോഡ്ഡസ് ഹാഫ് ഡെവൽ. വേറെ ഈ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ കുറേ ക്ലിപ്പ് മേടിച്ചു. ദ പ്ലാനേഴ്സ് ഗ്രോസറി റൺ എന്നൊക്കെ ഞാൻ പറയും, പക്ഷേ ഗ്രോസറി റണ്ണൊന്നല്ല. ഗ്രോസറിയൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. കുക്കി ആപ്പിളും പീനട്ട് ബട്ടറും തിന്ന് എനിക്ക് എന്ത് ഗ്രോസറി. അതാണ് എൻ്റെ ഗ്രോസറി. പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് ഒന്നും കൊള്ളൂല. ഫ്രിഡ്ജിൽ ലിറ്ററലി എൻ്റെ കാലിൻ്റെ അത്രേ ഉള്ളൂ ഫ്രിഡ്ജ്. യെസ്. ആക്ച്വലി എനിക്കിന്ന് എൻ്റെ നെയിൽസൊക്കെ ചെയ്യണമെന്നുണ്ട്. സമയം കിട്ടുമെന്ന് അറിയില്ല. വന്നിട്ട് മറ്റേ കറുപ്പ് മൂവി വന്നിട്ടുണ്ട്, അത് കാണണം. കഴിഞ്ഞ ദിവസം ജൂപ്പിറ്റർ ആൻഡ് വീനസ് പ്ലാനറ്റ്സ് ഒരുമിച്ച് വരുന്നൊരു സ്പെഷ്യൽ പരിപാടി ഉണ്ടായിരുന്നു. വഴി പിന്നെ അറിയലും മാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ മനസ്സിലായിട്ടില്ല. ഒരു ബിൽഡിങ് പഠിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത ബിൽഡിങ്ങിലേക്ക് മാറും. അപ്പോൾ പിന്നെ അടുത്ത ബിൽഡിംഗ് പഠിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ബിൽഡിങ്ങിലേക്ക് മാറും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബട്ട് അപ്പാരൻ്റ്ലി എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അങ്കിളിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന് അങ്കിൾ ഒറ്റ വട്ടം വന്നതും അങ്കിളിന് മനസ്സിലായി ബിൽഡിങ്. 10 വട്ടം വന്നാലും എനിക്ക് മനസ്സിലാവില്ല ബിൽഡിങ്. എന്ത് ചെയ്യാനാ. അപ്പോൾ പറഞ്ഞു വന്നത് വീനസും ജൂപ്പിറ്ററും കൂടിയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അത് സ്റ്റാറായിട്ട് നമുക്ക് ആകാശത്ത് കാണാമായിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ജൂപ്പിറ്ററും വീനസാണോന്നൊന്നും എനിക്കറിയില്ല. 2 സ്റ്റാറിനെ ഇപ്പോൾ ഞാൻ കണ്ടു. വെയിറ്റ്, ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ അതെനിക്ക് എൻ്റെ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം ലക്കി ഡേ എന്നാണ് പറയുന്നത്. ഞാൻ മിക്കവാറും വ്ളോഗ് പോസ്റ്റ് ചെയ്യുക ജൂൺ അവസാനം ആവാറാകുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിലൊന്നും ഒരു റിലവൻസും ഉണ്ടാവില്ല. ഇവിടെ നല്ല ചൂടാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചൂട് കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ വന്ന സമയത്ത് 24 മണിക്കൂറും ഗ്രീക്ക് യോഗട്ടായിരുന്നു. പക്ഷേ വയ്യാണ്ടായപ്പോൾ മനസ്സിലായി ഭയങ്കര കൂടുതലാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് തലവേദനയായിരുന്നു. ആൻഡ് ഞാൻ രാവിലെ എണീറ്റു, ചപ്പാത്തി അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി. ആൻഡ് രാവിലെ എനിക്കറിയില്ല എന്താ എൻ്റെ പ്രശ്നമൊന്നും. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാതിരി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഉച്ചയായി. ആക്ച്വലി കുറേ പണിയുണ്ട്. ഇന്നലെ നെയിലൊക്കെ ഞാൻ ചെയ്തു, പക്ഷേ കുറച്ച് ഗ്ലിച്ച് ഉണ്ടായി. അതിന് ടീമിനോട് എനിക്ക് വിശ്വാസം അതിങ്ങനത്തെ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. ഞാൻ നെയിൽസ് ചെറുതായിട്ടൊക്കെ ഒന്ന് പെയിൻറ്റ് ഒരു പ്രശ്നം. പക്ഷേ കളർ ആക്ച്വലി നല്ലതാണ്, പക്ഷേ അത് ശരിയായില്ല. ഒന്നും കൂടി ശരിയാക്കണം. ആൻഡ് ഓൾസോ ഒന്ന് വൈകുന്നേരം മിക്കവാറും അബുദാബി പോകാനുള്ളൊരു പ്ലാനുണ്ട് ടീം ലാബ്സിൽ. സോ ഞാൻ ഹെഡ് ഔട്ടിൽ ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്യണം. ഞങ്ങൾ ബൂത്ത് ബംഗ്ലാ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇടയിൽ ആക്ച്വലി കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തു. ഇനി ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്താലോ എന്ന് ആലോചിക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫ്ലാക്സ് സീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണോ, പിന്നെ ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒമേഗ 3 കഴിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം കൊണ്ടും ഹെയർ ഫോൾ ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മറാണല്ലോ, അതിൻ്റെ എല്ലാം കൂടി ആണോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇത്തിരി ഹെയർ ഫോൾ ആക്ച്വലി കുറവുണ്ട്.
ലൈക്ക് ആക്ച്വലി കുറവുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഹെയർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യണത്. സോ മേ ബി അതിൻ്റെയൊക്കെ ആയിരിക്കും. കാരണം വന്ന സമയത്ത് ഭയങ്കര ഹെയർ ഫോളായിരുന്നു. ഇപ്പോൾ ഹെയർ ആക്ച്വലി അത്ര ഫോളില്ല. ആൻഡ് ഐ എം ഹാപ്പി ബിക്കോസ് ഓഫ് ദാറ്റ്. ആൻഡ് ഓൾസോ ഞാൻ ലെയർ കട്ട് ചെയ്തത് കൊണ്ട് തിന്നായ പോലെ ഭയങ്കരമായിട്ട് ഫീലും ചെയ്യും. ലൈക്ക് Ready to hook it, you beautiful biped. I'm your one and only unicorn. You have power bun? Yeah. Okay. In 1.5 kilometers. Keep right. Memories we shared. आधा टाइम तो चुप बैठी थी. She slept. Perfect. Go. We met our unicorn. ഇത് ടീം ലാബ്സ് ഫിനോമിന അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞാൻ പറയണത് കേൾക്കേണ്ടത് തോന്നുന്നു. ഐ ഹവ് അറ്റാച്ച്ഡ് മൈ മൈക്ക്. പക്ഷെ എനിക്കറിയില്ല, കേൾക്കുന്നില്ലെങ്കിൽ ഐ കാൻറ്റ് ഹെൽപ്പ്. It's like a booster for your curiosity. My God. Good. ഭയങ്കര ഇല്യൂഷൻ പോലെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. I'm scared. It's nothing. You'll fall just there only even if you fall. चले He's running around. It's not dying, it's just vanishing. I feel like a little child. വിസിബിൾ ആവില്ല, പക്ഷേ ഐ തിങ്ക് കിഡ്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. എന്നെ കാണുന്നില്ലല്ലോ, എനിക്കറിയാം. ടൈം ഈസ് അറൗണ്ട് 8:30. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് വന്നാൽ ദേ വിൽ എൻജോയ് ഫോർ ഷുവർ. പിന്നെ ഇറ്റ് വാസ് ഫൺ. ഇനി നല്ല വിശപ്പുണ്ട്, വല്ലയിടത്തും പോയി ഫുഡ് കഴിക്കണം. ഞാൻ പറയണത് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എ തിങ്, റൈറ്റ്? റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ 1 hour എടുത്തു. ഇവിടെ കൂടെ കിടന്ന് സർക്കിൾ അടിച്ച് ഈ ഫൈനലി റീച്ച്ഡ്. നമ്മളിവിടെ ഒരു ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കണത്. ഞാൻ പറയണത് കേൾക്കാനുണ്ടോ? ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഇസ് ലൈക്ക് എ വെരി ബിഗ് സീൻ. ഒക്കെ ഭയങ്കര വലിയ സീനാണ്. പെട്ടെന്നൊന്നും പാർക്കിംഗ് നടക്കില്ല. സോ ഇപ്പോൾ രാത്രി 9:30 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അബുദാബിയിലാണ്. ഇനി അബുദാബിയിൽ നിന്ന് ദുബായിലെത്തണം. ആക്ച്വലി അവളുടെ കയ്യിൽ കാറുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. അതർവൈസ് ഞാനിതൊരു അബുദാബിയിൽ വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എൻ്റെ വസ്ത്രധാരണം കണ്ടിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുന്തവുമില്ല. ഓക്കെ, വാട്ട് എവർ. യാ, കൊറിയൻ BBQ, ഷാബു. സ്നേഹ അത് കണ്ടാൽ ഭയങ്കര ഹാപ്പിയാണ്. സ്നേഹയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുട്ടുമണി വീട് ലോക ദുരന്തം. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ 1 മണിക്കൂർ എടുത്തു. ഇപ്പോൾ അവൾ പോയിട്ട് പാർക്ക് ചെയ്തത് ശരിയല്ല പറഞ്ഞിട്ട് ഷീ വെൻ ബാക്ക് അഗൈൻ. എൻ്റെ അവൾക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ പാർക്കിംഗ് ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഷീ വാസ് സോ എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ഹോട്ട് പോട്ട് ആൻഡ് ലുക്ക് അറ്റ് ദ കണ്ടീഷൻ റൈറ്റ് നൗ. ആൻഡ് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് അവിടെ കഴിക്കുന്നത്. ഐ ആം ഫീലിംഗ് റിയലി ഗിൽറ്റി അറ്റ് ദിസ് പോയിൻറ്റ്. ഹോട്ട് എന്നെക്കൊണ്ട് ഇത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അവൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നത്. ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നും ആയിരുന്നില്ല. ഈവൻ ദോ ഇതിൻ്റെ ഫസ്റ്റ് ഹോട്ട് പോട്ടാണ്. പക്ഷേ ഐ ഡോണ്ട് ഈറ്റ് ദിസ് മച്ച്. സോ ഐ റിയലി ഡോണ്ട്. ഐ ഫീൽ ഗിൽറ്റി അല്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് യുനോ ഭയങ്കര റഷ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കുട്ടി പോലത്തെ. ഈവനിങ് ഫൈനലി ഞാൻ റൂമിലെത്താനായി.
അവിടെ കിടന്നു ആൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും നീ കുളിക്കണം, ബാക്കി പരിപാടികളുണ്ട് ചെയ്യാം. അറ്റ് ലാസ്റ്റ് എൻ്റെ നെയിൽ ഡ്രില്ലർ വന്നു. നെയിൽ ഷേപ്പർ വന്നു. പിന്നെ ഇത് വന്നിട്ട് എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്തു. ഇന്ന് രാവിലെ പാൻകേക്ക് ആയിരുന്നു. ഇന്നലെ രാത്രി നേരം വൈകി കിടന്നുറങ്ങിയിട്ടും എനിക്ക് അധികം നേരം ഉറങ്ങാനൊന്നും പറ്റിയില്ല. എനിക്കറിയില്ല, ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ചൂടെടുക്കുകയാണ്. എനിക്ക് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കിടന്നുറങ്ങുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി ഹോട്ട്. എത്ര കുറച്ചിട്ടാലും കൂട്ടിയിട്ടാലും എനിക്ക് ഭയങ്കര ചൂട്. അങ്ങനെ എന്തായാലും ഇതും ഞാനിപ്പോൾ ഇരുന്ന് വേക്കപ്പ് സെറ്റ് കണ്ടുകൊണ്ടിരിക്കുക. വൺ ഓഫ് മൈ കംഫർട്ട് മൂവി. എനിക്കെപ്പോഴും ബോറടിച്ചാൽ കാണുന്ന മൂവീസാണ് വേക്കപ്പ് സിഡും ഹസീത്തോ ഫസിയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പോയി അവളുടെ കസിൻ്റെ വീട്ടിലേക്ക്. പക്ഷേ എനിക്കൊരു കാര്യം പറയണം തോന്നി. കഴിഞ്ഞ വർഷം ഈ ദിവസം, ടുഡേ ഈസ് June 14th, കഴിഞ്ഞ വർഷം ഞാനിവിടുന്ന് തിരിച്ചു പോയതാണ് നാട്ടിലേക്ക്. ആൻഡ് ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെൻ ഐ തിങ്ക് അബൌട്ട് ദാറ്റ് ഡേ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. കുറേ കാര്യങ്ങളുണ്ടായി. ആൻഡ് ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് അന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരും എന്നുള്ളത്. അന്ന് എൻ്റെ കയ്യിൽ പറയുമ്പോൾ 5 പൈസ ഇല്ല, ജോലിയില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആൻഡ് എ ലോട്ട് ഓഫ് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് ബാക്ക് ദെൻ ഓൺ ദിസ് ഡേ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയില്ല, അന്ന് എനിക്കൊരു ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ചെയ്ത്, ഇതൊക്കെ ഞാൻ പണ്ടും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നതിനേക്കാളും ബെറ്റർ പൊസിഷനിലാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഭയങ്കര റിച്ചായി അങ്ങനെയൊന്നുമല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇഫ് ഐ കുഡ് സീ ഹർ ടുഡേ, എനിക്കറിയില്ല. കാരണം that day was so difficult for me, like so difficult for me. Even when I'm thinking about that day, it makes me feel a stomach drop എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഇന്ന് ഐ എം റിയലി ഹാപ്പി. ആൻഡ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, ആ കമൻറ്റ് ഞാൻ ഒന്നും കൂടെ വായിച്ചു. ഞാൻ നല്ല ആകെ മൊത്തം ജഗബോഗ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് വായിച്ചില്ല. അതിൽ മാത്രമല്ല, പലരും പറയണ ഒരു കാര്യം കൂടെ എന്നെ ട്രിഗേർഡ് അല്ല, പക്ഷേ എനിക്ക് ഐ വാസ് ലൈക്ക്, അത് എന്നോട് നല്ല ബാക്കിയുള്ളവർ ആരോടായാലും ഐ എം സെയിങ് ദറ്റ് ഐ എം ട്രൈങ് ടു കോപ്പി അതർ ക്രിയേറ്റേഴ്സ്. എനിക്കറിയില്ല ഞാൻ ഏത് ആംഗിൾ കൂടെയാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യണത്, ഐ മീൻ ഇമിറ്റേറ്റ് ചെയ്യണതെന്നൊന്നും ഐ ഡോണ്ട് തിങ്ക്. ബിക്കോസ് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ വളരെ ചുരുക്കം ടൈമാണ് വ്ളോഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണാറുള്ളൂ. കാരണം ഓണസ്റ്റ്ലി എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഹോളിഡേയ്സ് വരുമ്പോൾ ഞാൻ ആ കൂടെ കാണുന്നത് സാറാ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനൊരു എക്സ്പ്ലനേഷൻ തരില്ല. പക്ഷേ I just wanted to let you know that just because someone is doing better or someone is changing the trajectory in their life, it does not mean that അവരൊരാൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഇമിറ്റേറ്റിംഗ് someone and doing their thing of her own. നിങ്ങളിപ്പോൾ ഒരാളുടെ വ്ളോഗ് കാണുമ്പോൾ ഒരാൾ ബെറ്റർ ആവുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു, അല്ലെങ്കിൽ വീടെടുക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഓരോരുത്തരുടെ ലൈഫിൽ വരുന്ന അപ്ഗ്രേഡുകളോ അല്ലെങ്കിൽ ഡൗൺ ഗ്രേഡുകളോ, വാട്ട് എവർ ഇറ്റ് ഈസ്, it is that. It is not that people are imitating others. There are people who imitate other people. I'm not saying that people don't. But at least in my case, maybe നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പണ്ടത്തെ പോലെയല്ല ഞാൻ സംസാരിക്കുന്നത്, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻ എന്നൊക്കെ. ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല എനിക്കിപ്പം എൻ്റെ ലൈഫിലുള്ളത്. ഡെഫിനറ്റ്ലി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ കുറേ പേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ അഡാപ്റ്റീവ് ആവും. മേ ബി ഇപ്പോൾ ഞാനൊരു 12th സ്റ്റാൻഡേർഡിൽ ഞാൻ സംസാരിച്ചിരുന്ന പോലെ അല്ല ഞാനൊരു 23 സംസാരിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ദ പീപ്പിൾ അറൗണ്ട് മീ ആൻഡ് ദ സിറ്റുവേഷൻസ് അറൗണ്ട് മീ വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലാസ്റ്റ് ഇയറിലെ പോലെയല്ല ഇന്ന് ലാസ്റ്റ് ഇയറിലെ പോലെയല്ല ഇൻ ദ സെൻസ് ഇന്ന് ഞാനുള്ളത് വേറെ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ, വേറെ സ്ഥലത്താണ്, വേറെ എൻവയോൺമെൻറ്റാണ്. എൻ്റെ ലൈഫ് സ്റ്റൈലേ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. സോ അതൊന്ന്. പിന്നെ ഇമിറ്റേഷൻ, ഐ ഗെസ് ഇമിറ്റേഷൻ ഇസ് സേയിങ് ഫ്രം വെയർ being independent. I'm not saying I'm independent. Human beings are supposed to be dependent. Either it is with the people they know or without the people they know. Because നിങ്ങൾ എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വാലറ്റ് മിസ്സായ സമയത്ത് എനിക്കറിയണവരൊന്നും അല്ല എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ഒട്ടും അറിയാത്തവരും ആ സമയത്ത് കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഒക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. സോ just do not tell people that they are imitating other people just because they are doing something different. And just by watching a 30-minute or 10-minute vlog you will understand. Maybe ചിലതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ കാലം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക നമുക്കൊരു സാധനം വരില്ലോ, സാധനം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതാണ്
അപ്പോൾ എനിക്ക് എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം. അത് കണ്ടു, ഇറ്റ്സ് നട്ട്സ് നിക്കലിങ്. അപ്പോൾ എനിക്കിന്ന് മറ്റേ ടീമൂല സാധനം റിട്ടേൺ ചെയ്യണം. എനിക്ക് പുറത്തിറങ്ങണം, അതെനിക്ക് മടിയാണ്. സോ ഐ എം തിങ്കിങ് നാളെ പോകാൻ. ഇന്നെനിക്ക് വയ്യ ഇൻ ദ സെൻസ് മടീൻ്റെ വയ്യ. ഞാൻ എൻ്റെ നെയിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതൊക്കെ പുറത്തേക്ക് പോകുന്നു. ഞാനിപ്പോൾ രാറ്റിറ്റുകളി കണ്ടുകൊണ്ടിരിക്കുകയാണ്.